കോമാട്ടുചാലിൽ അബ്ദുള്ള എന്താണ് അതിന് അർത്ഥം വെച്ചത് എന്ന് നോക്കാം ആദ്യം. മഹാനായ സയ്യിദ് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, നിങ്ങൾക്കൊക്കെ അറിയാം, സമസ്തയുടെ വിഷമുണ്ടായ സമയത്ത് മഹാനായ താജുൽ ഉലമ സയ്യിദുകൾ ചെന്നപ്പം ഖുത്ബുൽ പറഞ്ഞത് അൻത അലൽ ഹഖ്, നിങ്ങളെ ഹഖിന്റെ കൂടെയാണ്, ഹഖിലാണ്, അതിൽ തന്നെ അടിയുറച്ചു നിൽക്കണം. അർത്ഥം വെച്ചത് ശ്രദ്ധിച്ചില്ലേ? നിങ്ങൾ ഹഖിന്റെ മേലിലാണ്, ഹഖിലാണ്. ഈ അർത്ഥം എത്ര കൊല്ലത്തേക്ക് വാലിഡിറ്റി ഉള്ളതായിരുന്നു? നൗഷാദ് പറയണം. ഇതിപ്പോ നിങ്ങളെ മുറബിയായ ഷെയ്ഖാണ് ഈ പറയുന്നത്. അള്ളാഹുവിൽ നിന്ന് നേരിട്ട് വിവരം കിട്ടുന്ന ആളാണ്. നൂലുമ കെട്ടിയിട്ട് ഇറക്കി കൊടുക്കാണ്, വേറെ ഒരാൾക്കും തൊടാൻ കഴിയാതെ നൂല് കെട്ടി ഇങ്ങനെ ഇറക്കി കൊടുക്കാണ് ആ വിവരം. അങ്ങനത്തെ ആളാണ് ഇപ്പൊ ഈ പറയുന്നത്. എന്ത്? അൻത അലൽ ഹഖി എന്ന പദത്തിന് എന്താ അർത്ഥം വെച്ചത്? നിങ്ങളുടെ ഹഖിന്റെ മേലിലാണ്, ഹഖിലാണ്, അതിൽ അടിയുറച്ചു നിൽക്കണം. ഈ അറബി പദത്തിന്റെ അർത്ഥം ഇതായിരുന്നു എന്നത് എത്ര കൊല്ലം വരെയായിരുന്നു അതിന്റെ വാലിഡിറ്റി? പിന്നെ എന്ന് മുതലാണ് നൗഷാദ് പറയുന്ന അർത്ഥത്തിലേക്ക് മാറിയത്? നൗഷാദ് പറയട്ടെ. കൽപ്പനയാണ്, ഹക്കിന്റെ മേലിൽ അടിയുറച്ചു നിന്നോളണം. അൻത അലൽ ഹഖ്, അതിന്റെ അർത്ഥം വെച്ച് ഹക്കിന്റെ മേലിൽ അടിയുറച്ചു നിന്നോളണം. അത് അപ്പോ അൻത അലൽ ഹഖ് എന്നതിന്റെ മാന അടിയുറച്ചു നിന്നോളണം, കൽപ്പനയാണ്. അപ്പൊ കോമാട്ടുചാലിൽ അബ്ദുള്ള പറഞ്ഞ അർത്ഥമല്ല. മുറബിയായ ഷെയ്ഖിനെ തിരുത്താൻ പറ്റുമോ നൗഷാദേ? മുറബിയായ ഷെയ്ഖിനെ തിരുത്താൻ പറ്റുമോ? അള്ളാഹുവിൽ നിന്ന് നേരിട്ട് വിവരം കിട്ടുന്ന നിങ്ങൾ ആ ഷെയ്ഖിനെയാണ് തിരുത്തുന്നത്. അപ്പൊ ഷെയ്ഖും മുരീദും തമ്മിൽ ഇപ്പൊ ഭയങ്കര ഫൈറ്റിംഗ് ആണ്. കുരുവട്ടൂരിയൻ പാളയത്തിൽ വൻ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അൻത അലൽ ഹഖ് എന്ന ഒരു പദത്തിന് അർത്ഥം വെച്ചപ്പോഴേക്ക് അവർക്കിടയിൽ വൻ വിവാദമായി. കോമാട്ടുചാലിൽ അബ്ദുള്ളയെ തള്ളി അല്ലേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കൂലിപ്രഭാഷകനാണ് നൗഷാദ്, കൊട്ടേഷനാണ്. പണം ആരാണോ കൊടുക്കുന്നത് അവർക്കനുസരിച്ച് പ്രസംഗിച്ചു കൊടുക്കും. ഇനി കോമാട്ടുചാലിൽ അബ്ദുള്ളയും ടീമും കൊടുക്കുന്നതിനേക്കാൾ പണം വേറെ ആരെങ്കിലും കൊടുത്താൽ ഈ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ചിരിയുമില്ലാതെ പ്രസംഗിച്ചു കൊടുക്കും നൗഷാദ്. അപ്പൊ നോക്കൂ നിങ്ങള്, അവിടെ ഇരിക്കുന്ന ആളുകൾ, ബുദ്ധിയുള്ളവർ ചിന്തിക്കണം. അൻത അലൽ ഹഖ് എന്ന് കോമാട്ടുചാലിൽ അബ്ദുള്ള അർത്ഥം വെച്ചത് താങ്കൾ ഹക്കിന്റെ മേലിലാണ് എന്ന് സിഎം വലിയുല്ലാഹി തങ്ങൾ പറഞ്ഞു എന്നല്ലേ? ആ അർത്ഥം എത്ര കൊല്ലത്തേക്ക് വാലിഡിറ്റി ഉള്ളതായിരുന്നു? ആ ഡേറ്റ് പറയാം. ആ അർത്ഥം ക്യാൻസൽ ചെയ്യപ്പെട്ട, നസ്ഖ് ചെയ്യപ്പെട്ട ഡേറ്റ് എന്നാണെന്നുള്ളത് പറയാം. എന്നിട്ട് പോരെ ബാക്കിയുള്ളതൊക്കെ? ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ മാത്രം പറയേണ്ടി വരുന്ന ഏറ്റവും നാണം കെട്ട ഒരു വിഭാഗമല്ലേ ഈ കുരുവട്ടൂരിയൻ ടീം എന്ന് പറയുന്നത്?